ഒരിക്കൽ കോയമ്പത്തൂര് പോയി മടങ്ങി വരുന്ന വഴി പാലക്കാട് ഒരു ഹോട്ടലിൽ കയറി. അൽഫഹമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. കഴിച്ചപ്പോൾ വളരെ മോശം അനുഭവമാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. അതിന്റെ എല്ലിന്റെ അടിയിൽ കൂടെയൊക്കെ അത് ക്ലീൻ ചെയ്യാത്തതിന്റെ അടയാളങ്ങൾ ഞങ്ങൾ കണ്ടെത്തി. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാള് കുക്കാണ്, കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ആളാണ്. അദ്ദേഹം ഈ ഹോട്ടൽ ഓണറോട് ഇതിനെപ്പറ്റി പറഞ്ഞു. വളരെ മോശം ഫുഡായിരുന്നു. അപ്പൊ ആ ഹോട്ടൽ മുതലാളി ഞങ്ങളോട് പറഞ്ഞ ഒരു വാചകം വളരെ അത്ഭുതകരമായി. ഈ നാട്ടുകാർക്ക് ഇതൊക്കെ മതി. കുറേ സമയം ഞങ്ങൾ യാത്രക്കിടയിൽ ഇതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടേയിരുന്നു. ആ നാട്ടുകാരെ കുറിച്ച് ആ ഹോട്ടൽ മുതലാളി എന്താണ് വിചാരിച്ചിട്ടുള്ളത്? ഞാൻ എന്ത് കച്ചറ സാധനം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവര് തിന്ന് പൊയ്ക്കോളും എന്നല്ലേ? അതൊരു ഹൈവേയുടെ ഓരത്തുള്ള ഒരു ഹോട്ടലാണ്. അവിടെ ഒരു പക്ഷേ ആളുകൾ ഇറങ്ങും പോകും, മാറി മാറി ആളുകൾ വന്നുകൊണ്ടിരിക്കും. ഇവരെയൊക്കെ പറ്റിച്ച് തിന്നാൻ എങ്ങനെ അദ്ദേഹത്തിന് മനസ്സ് വന്നു എന്നാണ് ചിന്തിക്കുന്നത്. വേറൊരു ഹോട്ടലിൽ കയറി, ഞാൻ സ്ഥിരം പോകുന്ന ഒരു ഹോട്ടലാണ്. അന്ന് കയറിയപ്പോ അവിടെ ഷവർമ്മയുടെ കൂടെ ഷവർമ്മ പൊതിഞ്ഞു കിട്ടുന്ന കുബൂസ്, അത് വളരെ ചെറുതായിട്ടുണ്ട്. ആ കുബൂസ് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ കുബൂസ് ചെറുതാക്കിക്കാം. അപ്പൊ അതിന്റെ മുതലാളിനെ എനിക്ക് അറിയണത് കൊണ്ട് ഞാൻ ചെന്ന് പറഞ്ഞു, ഇത് കുബൂസ് വളരെ ചെറുതായിട്ടുണ്ട്. അപ്പൊ ആ ഹോട്ടൽ മുതലാളി പറഞ്ഞു, കുക്ക് മാറിയിട്ടുണ്ട്, അതിൻ്റെതായിരിക്കാം വിഷയം, ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ആ ചെറുതായത് ഇതുവരെ വലുതായിട്ടില്ല. ആളുകളെ പറ്റിച്ച് തിന്നുക. നാടൻ ഭാഷയിൽ പറയും, ഇതിനേക്കാൾ നിനക്ക് നല്ലത് വേറെ സാധനം തിന്നലാണ് എന്ന് പറയും. നിനക്ക് നയിച്ചു തിന്നൂടെ ചെങ്ങായി എന്നൊക്കെ മലപ്പുറം ഭാഷയിൽ പറയും. ഇത്തരത്തിലുള്ള ഹോട്ടലുകൾ ആളുകൾക്ക് വേഗം മടുക്കും. എത്രയോ ഹോട്ടലുകൾ പൂട്ടി പോകുന്നുണ്ട്. അത്തരത്തില് ഇത്തരം ഹോട്ടലുകൾ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കാൻ, അവരെ തീരെ പരിഗണിക്കാതെ അവരെ ഒരു ക്യാഷ് കിട്ടാനുള്ള യന്ത്രങ്ങൾ മാത്രമാക്കി മാറ്റുന്ന, അങ്ങനെ കണക്കാക്കുന്ന ആളുകൾക്ക് നഷ്ടമായിരിക്കും ഫലം. പരലോകത്ത് എന്തായാലും നഷ്ടമാണ്. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ബർക്കത്ത് അതിലൂടെ നഷ്ടപ്പെടും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് എല്ലാ രംഗത്തും ഒരു വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും ജനങ്ങളോടുള്ള ഒരു ഇടപാടിൽ അവരെ ഏറ്റവും നല്ലവരായി കാണാൻ ഉള്ള ഒരു തയ്യാറെടുപ്പ് എല്ലാവർക്കും ഉണ്ടാകണം എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്.